നീണ്ട കാത്തിരിപ്പായിരുന്നു. 25 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളം ആര് ഭരിക്കുമെന്ന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാനിരിക്കെ മുന്നണികളുടെ, സ്ഥാനാർത്ഥികളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ ചങ്കിടിപ്പേറുകയാണ്. മിക്ക പാർട്ടികൾക്കും അത് നിലനിൽപ്പിന്റെ പോരാട്ടമായി കൂടി മാറുകയാണ്. ആ ഇലക്ഷന്റെ ഫലം അറിയാൻ രാഷ്ട്രീയ കേരളത്തിൽ ഉദ്വേഗം നിറയുന്നു. കനൽ ഒരു തരിമതി. രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരായ പിണറായി ഗവൺമെന്റിനെ കുറിച്ച് ഉള്ള വിശേഷണമാണിത്. കേരളത്തിലെ ഈ കനൽ കെടാതെ കാക്കാൻ നാളെ ജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം LDFന് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഭരണം നിലനിർത്താം എന്നാണ് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. മുഖ്യമന്ത്രി നേരിട്ട് ഏർപ്പെടുത്തിയ വിവരശേഖരണ സംവിധാനത്തിന്റെ കണക്കാണ് പ്രതീക്ഷയുടെ അടിസ്ഥാനം. ഫലം എതിരായാൽ കേരളത്തിലെ ഇടതുപക്ഷത്ത് കലാപക്കൊടി ഉയരും. പിണറായി യുഗത്തിന് അന്ത്യം കുറിച്ച് CPIMൽ വലിയ പൊളിച്ചെഴുത്തിനും തോൽവി വഴിവെക്കുമെന്ന് തീർച്ചയാണ്. ഇതെല്ലാം ഒഴിവാക്കാൻ LDFന് ജയിച്ചേ മതിയാകൂ. പല ആളുകളും പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. 100+ പറഞ്ഞവരുണ്ട്, വനവാസം പ്രഖ്യാപിച്ചവരുണ്ട്, BJPക്ക് 7 മുതൽ 14 വരെ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ പല പ്രഖ്യാപനങ്ങൾ വന്നപ്പോഴും ഞങ്ങൾക്കൊരു സംശയമില്ല, വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയും. അധികാര നഷ്ടത്തിന്റെ വരണ്ട കാലം കടന്ന് വിജയതീരമണയേണ്ടത് UDFനും നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തോറ്റാൽ കോൺഗ്രസും മുന്നണിയും വലിയ പ്രശ്നത്തിലാകും. ജയമല്ലാതെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുക വയ്യ. 80 മുതൽ 90 സീറ്റ് വരെ നേടുമെന്നാണ് UDFന്റെ ഉറച്ച പ്രതീക്ഷ. നാളെ 2014 തുറന്ന BJPയുടെ നിയമസഭാ അക്കൗണ്ട് 2021 പൂട്ടിയതാണ്. 2026 അക്കൗണ്ട് തുറക്കുക മാത്രമല്ല, വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തുകയും വേണമെന്നതാണ് NDA മുന്നണിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഈ ലക്ഷ്യം നേടാൻ കഴിയാതെ പോയാൽ കേന്ദ്ര നേതൃത്വത്തോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനെ NDAയ്ക്കും തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാകുന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം മുന്നണികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. പാർലമെന്ററി രാഷ്ട്രീയമല്ല മുഖ്യമെന്നൊക്കെ ഒരു മയത്തിന് തള്ളിയാലും അധികാരമാണ് എല്ലാം. നാളെ ഫലം വരുമ്പോൾ ആര് വാണാലും ആര് വീണാലും അത് കേരള രാഷ്ട്രീയത്തെ സംഭവബഹുലമാക്കും. തിരുവനന്തപുരത്ത് നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.